നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരുമാണ് മലയാള സിനിമയിലെ അഭിമാന താരങ്ങളായ ശ്രീനിവാസനും മമ്മൂട്ടിയും. പത്തേമാരിയാണ് അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ. കഥ പറയുമ്പോൾ അടക്കം ശ്രീനിവാസന്റെ തിരക്കഥയിലും മമ്മൂട്ടിക്ക് ലഭിച്ച ഏറെ നല്ല സിനിമകളുടെ കഥാപാത്രങ്ങളുമാണ്. ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അഭിമുഖങ്ങൾ പോലും കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങൾ ഒരു നിരവധി ശ്രീനിവാസൻ അറിയാം. ഇപ്പോഴിതാ ഒരിക്കൽ മമ്മൂട്ടിക്കൊപ്പം നാഷണൽ അവാർഡ് സ്വീകരിക്കാൻ പോയതിലുള്ള അനുഭവം പങ്കുവെക്കുകയാണ് ശ്രീനിവാസൻ വീണ്ടും വൈറലാകുന്നത്. പുരസ്കാരങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ ആങ്കർക്ക് തെറ്റിയെന്നും ഉടൻ തന്നെ മമ്മൂട്ടി അത് വേദിയിലിരുന്ന് തന്നെ തിരുത്തിയെന്നും ശ്രീനിവാസൻ ദ സിനിമ ദ ക്യൂവിന് ഏറെ ആളുകൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങാനായിരുന്നു അന്ന് എത്തിയത്. അന്ന് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമളയും പുരസ്കാരത്തിനുണ്ടായിരുന്നു. ഒരു വർഷം ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് നാഷണൽ അവാർഡും ഉണ്ടായിരുന്നു. മമ്മൂട്ടി അതേ വർഷത്തിൽ അഭിനയത്തിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് മാത്രമല്ല അജയ് ദേവഗണിനും കൂടിയായിരുന്നു. ഇരുവരും ആ വർഷം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുക്കുകയായിരുന്നു. ഡൽഹിയിൽ ചടങ്ങിന് പറഞ്ഞതുകൊണ്ട് സദസ്സിൽ ഇരിക്കുകയായിരുന്നു ഞാനും മമ്മൂട്ടിയും. ഞങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിട്ടില്ല അപ്പോൾ. ഊഴത്തിന് കാത്തിരിക്കുകയായിരുന്നു. ആങ്കർ വേദിയിൽ നിന്ന് മമ്മൂട്ടിയുടെ പ്രൊഫൈൽ വിശദീകരിക്കുന്നുണ്ട്. അന്ന് പ്രസിഡന്റ് കെ.ആർ. നാരായണനും ഉണ്ടായിരുന്നു. രണ്ടാം തവണയാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം. അതിനിടയിൽ ആങ്കർ പറഞ്ഞു. ഇത് കേട്ട് മമ്മൂട്ടി സദസ്സിലിരുന്ന് നോ എന്ന് പറഞ്ഞ് ഒറ്റ അലറ. കെ.ആർ. നാരായണൻ അടക്കമുള്ള ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് മാറി കാണില്ല. മമ്മൂട്ടി അങ്ങനെ അലറാൻ കാരണം മമ്മൂട്ടിക്ക് അത് മൂന്നാമത്തെ നാഷണൽ അവാർഡായിരുന്നു. കെ.ആർ. നാരായണന് പിന്നീട് അസുഖം മാറിയിട്ടില്ല. ഹാർട്ട് അറ്റാക്കോ അദ്ദേഹം പേടിച്ചുപോയി. മമ്മൂട്ടിയെപ്പോലൊരാൾ നോ എന്ന് പറഞ്ഞ് അലറുകയുണ്ടായി. അദ്ദേഹം വെടിവെപ്പോ എന്തോ ആണെന്ന് കരുതി. ആങ്കറെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുകയും ചെയ്തു എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. തൻ്റെ അടുത്തിരുന്ന സുഹൃത്തുക്കൾ എന്നതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ ശ്രീനിവാസൻ പങ്കുവയ്ക്കുമ്പോൾ മമ്മൂട്ടിയും ആസ്വദിക്കാറുണ്ട്. പത്തേമാതിരി മമ്മൂട്ടിയും കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടാണ് ശ്രീനിവാസൻ അഭിനയിച്ചതും.